ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ട്രക്ക്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കണ്ട നമ്മൾ ഈ അടിയിലുള്ള ഈ 2 ലൈറ്റും ഇതാക്കിയിട്ടില്ല. അത് ലൈറ്റ് എൻ്റെ കയ്യിൽ നിന്നൊന്ന് പോയി, അത് കേടായിപ്പോയി. അപ്പോൾ നമ്മൾ വേറൊരു ദിവസം ലൈറ്റ് ഫിറ്റ് ചെയ്യേണ്ടതായിരിക്കും. ഗൈസ്, നമ്മളിതേ മുകളിൽ നിയോൺ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ സെറ്റ് ചെയ്തത് മറ്റേ നമ്മുടെ LED ലൈറ്റില്ലേ, അതിൻ്റെ മുകളിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് നമ്മൾ ഈ അടിക്കണ ലൈറ്റ് സൈഡിൽ കൂടെ അടിച്ചിട്ട് വന്നിട്ട് ഈ സാധനത്തും അടിക്കുമ്പോൾ നിയോൺ ലൈറ്റ് പോലെ വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കണേ. ഇത് ഫുള്ള് എല്ലാ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കാറുള്ളത് കാർഡ്ബോർഡ് കൊണ്ടാണ്. ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ ഇതിൻ്റെ 4x ഷീറ്റ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കണേ. ഇത് ഷോറൂമിൻ്റെ വണ്ടികളൊക്കെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ എൻജിനൊക്കെ വെച്ചേക്കുന്നത് മറ്റേ RC ബഗ്ഗില്ലേ, അതിൻ്റെ എൻജിനാണ് ഫ്രണ്ടിലിരിക്കുന്നത്. പിന്നെ ബാക്കിൽ വരുന്നൊരു സാധാ ഒരു പഴയൊരു റിമോട്ട് കാറിൻ്റെ എൻജിനൊന്നും ഇല്ലാത്തതാട്ടോ. നമുക്ക് വേണമെങ്കിൽ എൻജിൻ കയറ്റിയിട്ട് പവർ വേണമെങ്കിൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും കൂട്ടാൻ പറ്റും. ഓൾറെഡി പവർ ഉണ്ട്. അത് ഓഫ് റോഡിനെ പതുക്കെ പോകണം, മറ്റേ പവർ ഉണ്ടാവില്ലേ, അതാണ് ഇതിൽ. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഈ നമ്മൾ മുകളിലത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലേ, ഇതാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാറ്ററി കേസൊക്കെ ആയിട്ട് വരും. ഇവിടെ നമ്മുടെ കട്ട ബാറ്ററി, അവിടെ ഒരു ചാർജിങ് ബാറ്ററി ഒക്കെ ആയിട്ട് വരും. അത് ലൈറ്റ് ഞാൻ ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഫ്രണ്ടിലത്തെ ലൈറ്റിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ശരിക്കും ഞാൻ വണ്ടി ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കാരണം കൊണ്ട് ഫസ്റ്റ് വിചാരിച്ചത് ഒരു താറുണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ താറുണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നി ഷോറൂമിലേക്ക് ഒരു വണ്ടി വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.